ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം ഉണ്ട്? എല്ലാവർക്കും സുഖമാണല്ലോ. ഇതിപ്പോൾ ഇന്നത്തെ കുറച്ച് വീക്കെൻഡ് വിശേഷങ്ങൾ കണ്ടാലോ, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊടുത്തയച്ച ബീഫായിരുന്നു. എൻ്റെ നൈബറും ഫാമിലി എല്ലാവരും നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ 2 ആഴ്ച മുമ്പ്. അപ്പോൾ അവരെ ഹസ്ബൻഡ് ഇന്നലെ തിരിച്ചെത്തി. അപ്പോൾ ഉണ്ട് എനിക്ക് കുറച്ച് ബീഫും പിന്നെ ജിലേബിയും കിണ്ണത്തപ്പവും കായ് വറുത്തയും അതെല്ലാം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ പറയുക, ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളെല്ലാം ഒന്ന് കാണിക്കാം. ബീഫ് ഞാൻ എന്താ പറയുക കഴിച്ചിട്ടില്ല, അത് ഫ്രിഡ്ജിലുണ്ട്. അതിനി എന്താ പറയുക അതിൻ്റേതായ ഒരു മാറ്റങ്ങളെല്ലാം വരുത്തി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇതിപ്പോൾ ഉച്ചയാണ് കേട്ടോ, രാവിലെ അല്ല. രാവിലെ എന്താ പറയുക നിസ്കാരമെല്ലാം കഴിഞ്ഞൊന്ന് കിടന്നെണീക്കുമ്പോൾ നല്ലോണം ലേറ്റായി, 12:30 ഒരു മണിയെല്ലാം ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ചോറൊന്നും ഉണ്ടാക്കേണ്ട മടിയായി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അവർക്ക് പിന്നെ പനിയെല്ലാമായിട്ടൊന്ന് മാറി വരുന്നേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ചോറും ഇതൊന്നും വേണ്ട, എന്തെങ്കിലും പൊടിദോശ അങ്ങനത്തെ എല്ലാം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് ദോശയും പിന്നെ കടായി ചിക്കനെല്ലാം ഉണ്ടായിരുന്നു, അതും നമ്മളും പിന്നെ അങ്ങനെ പൂരിയും അങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ടെല്ലാം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഉച്ച അങ്ങനെയെല്ലാം ഒപ്പിച്ചു. അപ്പോൾ പിന്നെ കബോർഡിൽ കുറച്ച് എന്താ പറയുക എല്ലാം ഒരു അലങ്കോലമായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സാധനം എടുക്കുമ്പോഴാണല്ലോ നമ്മൾ എന്താ പറയുക എല്ലാം ഒന്ന് ആദ്യം മുതലേ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ എന്താ പറയുക എക്സ്പയർ ആയതും ഇതുവരെ യൂസാക്കാൻ മറന്നുപോയ സാധനങ്ങൾ എന്തെല്ലാം ഉണ്ടാവും. പായസം മിക്സ് എല്ലാം. പായസം എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് അന്ന് ഇവിടെ കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തതാണ്, ഉണ്ടാക്കി നോക്കണം ഇൻഷാ അല്ലാ. പിന്നെ നമ്മൾ പൊട്ടിച്ചിട്ട് ബാക്കി വന്ന സാധനങ്ങളിലൊരു എന്താ പറയുക വലിയൊരു ബോക്സിലിട്ടിട്ട് അതിൽ എന്തെല്ലാം ഉള്ളതെന്ന് നമ്മൾ എഴുതി വെക്കുമല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ള സാധനം ഓർമ്മയില്ലാണ്ട് വീണ്ടും നമ്മൾ ചിലപ്പോൾ അതന്നെ വാങ്ങിപ്പോവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വൈകിട്ടായപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ലൊരു അടിപൊളി സ്നാക്സ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ക്രിസ്പി ടിക്ക ബോൾസാണ്, ചിക്കൻ ടിക്ക ബോൾസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സും പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ക്യൂമിൻ പൗഡർ ഒരു 1/4 ടീസ്പൂൺ, പിന്നെ തന്തൂരി മസാല ഒരു 1/4 ടീസ്പൂൺ, പിന്നെ തൈര്, പിന്നെ കുറച്ച് ലെമൺ, നാരങ്ങാനീര്, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1 ഹവറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഇനി ഇതാ 1 മണിക്കൂറെല്ലാം കഴിഞ്ഞ് ഞാനിതാ പാൻ ചൂടായി അതിൽ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ കൂടുതലും ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലെഗ് പീസൊന്നും കറിയിലൊന്നും ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങനെ കഴിക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ ആ സമയം ഞാനൊരു വലിയൊരു പൊട്ടാറ്റോ ഒന്ന് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇതായി ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു എല്ലെല്ലാം കളഞ്ഞ് കൈ കൊണ്ടെല്ലാം ഒന്ന് പൊടിച്ചിട്ട് അതിലിട്ട് കൊടുക്കാം. പിന്നെ ഒരു എന്താ പറയുക ഒരു അര ഉള്ളി, ഒരു 1/2 പകുതി മതി. പിന്നെ അതുപോലെ തന്നെ പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതൊരു 2 ടേബിൾ സ്പൂൺ അത്രയായിട്ട് വേണ്ടു. പിന്നെ ഒരു 1 ടീസ്പൂൺ പെപ്പർ, പിന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് അത് നോക്കിയിട്ടിടാം. എന്നിട്ട് എല്ലാം കൂടി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് എന്താ പറയുക കുഴച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ഇത് ഒരു കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എല്ലാം ഞാൻ ഇതേപോലെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ചില്ലി ഫ്ലേക്സും റെഡ് ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു പിഞ്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് അവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ വേണ്ടത് ബ്രെഡാണ്. ഞാനൊരു 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ 4 സൈഡും ഒന്ന് കളഞ്ഞിട്ട് നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ പീസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കുന്നതിന് പകരം ഈ ഒരു ബ്രെഡിലാണ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് എടുക്കാം സ്ക്വയറായിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നാൽ പിന്നെ ബ്രെഡ് ക്രംസിൽ തന്നെ മുക്കിയാൽ പോരെ, മതി, അങ്ങനെ ആയാലും മതി. പക്ഷെ ഇതൊരു എന്താ പറയുക ഒരു ചേഞ്ച് ആയിരിക്കും, ഇഷ്ടമല്ലാത്തല്ലേ. ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
ഇനി ഇതെല്ലാം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗൾ എടുത്തിട്ട് ഇങ്ങനെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് പിന്നെ ഇതാ ഇതേപോലെ ബ്രെഡ് കൊണ്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനെ കവർ ചെയ്യുക. നമ്മളിത് ഫുള്ളായിട്ട് ബ്രെഡിൽ ഇങ്ങനെ എന്താ പറയുക കവർ ചെയ്തെടുക്കണമെന്നില്ല. ഇടയ്ക്കൊരു ഗ്യാപ്പും ഇങ്ങനെ കുറച്ച് ഭാഗം കാണുകയും ചെയ്യും, അതൊന്നും പ്രശ്നമില്ല. പിന്നെ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക പീസ് അതെടുത്തിട്ട് ഈ മുട്ടയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി. മുട്ടയിൽ മുക്കിയത് കൊണ്ട് തന്നെ അതിലിങ്ങനെ പറ്റിപ്പിടിച്ച് നിന്നോളും. ഇതുപോലെ കാണുന്ന പോലെ കണ്ടോ, ഒരു വെറൈറ്റി, അത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നതിലും നല്ല നിങ്ങൾക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയാലും മതി കേട്ടോ. അടുത്തത് നമുക്കിതാ ഇതേപോലെ ചെയ്തെടുക്കാം. അത്ര പണിയൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് അത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് 2 കൈ കൊണ്ടൊന്ന് ഇതാ ഇതുപോലെ പ്രസ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. കണ്ടോ, ഇതേപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലോട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തീ എന്തായാലും ചെറിയ തീയിൽ വെക്കുക. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് ഒരുമിച്ചിടാണ്ട് പറ്റിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക 2 or 3 ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. പിന്നെ ഓൾറെഡി നമ്മൾ ബാക്കിയുള്ളതെല്ലാം കുക്ക് ചെയ്ത ഐറ്റംസ് ആണല്ലോ, പൊട്ടാറ്റോയും ചിക്കനും എല്ലാം. ഇത് കണ്ടോ, ഇതേപോലെ കോരി എടുക്കുക നല്ല ബ്രൗൺ കളറാകുമ്പോൾ. ഇത്രയേ പണിയുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രിസ്പി ടിക്ക ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ്, പെട്ടെന്ന് പണിയും തീരും. അങ്ങനെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കാം. പിന്നെ അങ്ങനെ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് രാത്രിയായി. പിന്നെ വിചാരിച്ച് ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം, ഒന്ന് നടക്കലും എന്താ പറയുക ഡിന്നർ കഴിക്കലും എല്ലാം ആവും. അങ്ങനെ കുറച്ച് നേരം TV എല്ലാം കണ്ടിട്ട് ചായ എല്ലാം കുടിച്ച് പിന്നെ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീക്കെൻഡ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.